ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഇൻ്റർവ്യൂവിന് പോകുന്നു. നമ്മുടെ സുധീഷാണ് ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ വണ്ടിയിലിരുന്ന് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. ദൈവമേ ഇൻ്റർവ്യൂ ശരിയാവണേ എന്നും പറഞ്ഞ്. അപ്പോൾ സുധീഷ് താനിങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാണോ? താൻ അവിടെ ചെല്ലുന്നു, കൂളായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു, താൻ സെലക്ട് ആയി പുറത്തേക്ക് പോരുന്നു. ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് നിധി, ഇത്തരം സന്ദർഭങ്ങളിലും ഞാൻ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് വെറുതെ ഒരു താങ്ക്സ് പറയുന്നത് എനിക്ക് സന്തോഷിക്കാനും നിധിക്കൊന്ന് റിലാക്സ്ഡ് ആവാനും സഹായിക്കും കേട്ടോ. പറഞ്ഞോളൂ എന്നൊക്കെ സുധീഷ് നിധിയോട് പറയുന്നതൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഒന്നും മിണ്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞോളൂ പറഞ്ഞോ നിധി, മതി ഒന്ന് മിണ്ടാതിരിക്കാൻ അന്നേരം പറഞ്ഞു നിധി. എന്നും പറഞ്ഞു സുധീഷ് ഇരിക്കാം, അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ച് ചാവാറായിട്ടിരിക്കുകയാണെന്ന് നിധി പറയുമ്പോൾ, എടോ താനിങ്ങനെ വെപ്രാളം കാണിക്കണല്ലേടോ, ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കണം, നമ്മൾ അടുത്ത ജോലി പിടിക്കത്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നിധി, ആദ്യത്തെ ഇൻ്റർവ്യൂ ഇതിൽ ഫീലാകാൻ പാടില്ല, ഈ ജോലി തന്നെ എനിക്ക് കിട്ടണമെന്ന് നിധി പറയുമ്പം, എന്നാൽ പിന്നെ ആ വിശ്വാസത്തിൽ ധൈര്യമായിട്ട് ഇങ്ങനെ കയറി ചെല്ലണം മേഡം, താനൊന്ന് പേടിക്കാതിരിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയൂ കേട്ടോ. പിന്നെ നോക്ക്, ഇങ്ങനെയുള്ള മുഖവും വെച്ച് അങ്ങ് പോയി കഴിഞ്ഞാലേ ജോലി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരം അയ്യോ, അതെ ചിരിച്ച് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ധൈര്യമായിട്ട് അങ്ങ് കയറി ചെല്ലണമെന്നേ, അതാ വേണ്ടത്, മനസ്സിലായോ? അത് ഈ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ഇരിക്കുമ്പം നാളെ ആ പൊസിഷനിൽ ഇരുന്ന ഫ്രഷേഴ്സിനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളായിരിക്കും ഞാൻ, ധൈര്യം വേണം, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ നിധി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. നിധി ഒന്ന് ചിരിക്കാൻ പറഞ്ഞു. നോക്കട്ടെ, അതുപോരാ, ഒന്നുകൂടെ ചിരിക്കടോ. അങ്ങനെ നമ്മുടെ സുധീഷ് നിധിക്ക് കുറേ ക്ലാസ് ഒക്കെ എടുത്ത് കൊടുത്ത് കൊണ്ടുപോവുക. അപ്പോൾ എന്നോട് കാണിക്കാനുള്ള സ്ഥായിയായ ഭാവം ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. അത് പതുക്കെ ഓക്കെ ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയാം. അപ്പോൾ ആ സമയത്ത് സുധീഷിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോഴേക്കും ചേട്ടാ നീ എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ കോൾ വന്നു. ചേട്ടാ ഒരു 10 മിനിറ്റ് ഞാൻ എത്തിയ ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു, നീ വന്നിട്ട് വേണം എനിക്ക് പേഴ്സണൽ ഓട്ടം പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്തും തോമസ് ചേട്ടാ, ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പം തിരക്കാണെങ്കിൽ സുധീഷ് പോയിക്കോ, ഞാനിവിടെ ക്യാബ് വിളിച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞു. എന്നെ ഇവിടെ വിട്ടാൽ മതിയെന്നും നിധി പറയുമ്പം, അറിയാം മേഡം, അതെ വളരെ ഇൻഡിപെൻഡൻ്റ് ആണെന്നും എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ് മേഡം എന്നൊക്കെ എനിക്കറിയാം, എന്നാലും സാരമില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിക്കോളാമെന്നൊക്കെ സുധീഷ് നിധിയോട് പറയണം. ഞാൻ അതുകൊണ്ടല്ല, പിന്നെ ഇങ്ങനെയുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ ഇതുപോലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് വേണ്ടി അത് കളയാൻ പറ്റത്തില്ലല്ലോ, അതിന് പോകണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് നിധി സുധീഷിനോട് പറയുമ്പം, അല്ലാണ്ട് കിട്ടിയ ചാൻസ് തന്നെ എന്നെ ഒഴിവാക്കാൻ നോക്കിയതൊന്നും അല്ലല്ലേ എന്ന് സുധീഷ് നിധിയോട് ചോദിച്ചു. നിധി അന്നേരം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ നമ്മുടെ സുധീഷിന് ഒരു സന്തോഷം, നിധി അത്രയെങ്കിലും പരിഗണിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ നമ്മുടെ സുധീഷ് ഇങ്ങനെ അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞ് ആ കമ്പനിയിലേക്ക് നമ്മുടെ നിധി ചെന്നു. അപ്പോൾ ഇതാണോ കമ്പനി എന്ന് ചോദിച്ചു സുധീഷ്. അതെ, ഇത് കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ സുധീഷ്. അപ്പോൾ ഇയാളെന്നാൽ പോയിക്കോ, ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു വല്ല ക്യാബും പിടിച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞു. അന്നേരം ഇവിടുന്ന് തനിയെ പോകുമെന്ന് ചോദിച്ചു. എനിക്കറിയാം, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി ആയിക്കോട്ടെ, ഇയാളെ ആദ്യം പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയെ പറഞ്ഞു വിട്ടു. ശരി കാണാമെന്ന് പറഞ്ഞ് നമ്മുടെ നിധി അകത്തേക്ക് പോകുമ്പം, അതെ അപ്പോൾ നോക്ക്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണം കേട്ടോ, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് നമ്മുടെ സുധീഷ് നിധിയെ പറഞ്ഞയച്ചു. എന്നിട്ട് സുധീഷ് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഭയങ്കര സന്തോഷത്തോടെ. നിധി ഒരു വഴിക്ക് എത്തുവാണല്ലോ എന്നുള്ളൊരിത്. അത് കഴിഞ്ഞ് ടൈം ഒന്ന് നോക്കി പോകാനുള്ള സമയവും കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ സുധീഷ് എന്നിട്ട് വണ്ടി എടുത്തു. അതിലിങ്ങനെ കിടക്കുക. അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന സുഭാഷ് ഒരു വർക്ക് സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഫോണിൽ വിളിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിക്കുകയാണ് സുഭാഷ്. വീട്ടിലെ കാര്യങ്ങളും അതെന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു, അതൊരു ഭായിയാണ്, ആ ഭായിയുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സുഭാഷ് ഇങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റ് ആയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ PNG ശിക്ഷയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അതെന്നതാ, എൻ്റെ മകനെ പോലെ പല കുട്ടികളും ഉണ്ട് ചേട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിയായ ഗൈഡൻസും സഹായവും ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അവർ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ ആ കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ സുഭാഷ് അദ്ദേഹത്തിന് സഹായിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒരു ചായ കൊണ്ടുവന്നു. സുഭാഷ് ചായയും കുടിച്ചുകൊണ്ട് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് ഒരു മയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. നോക്കുമ്പോൾ നിധി ഇതുവരെ വന്നില്ല. എൻ്റെ ദൈവമേ, സമയം കുറേ ആയല്ലോ, കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. നിധിയെ എപ്പോഴാണ് സുധീഷ് കാണുന്നത്. ഓടി ചെന്നു സുധീഷ്. ഇൻ്റർവ്യൂ കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സുധീഷ് പോയില്ലേ എന്ന് ചോദിച്ചപ്പം, ഇല്ല, ഇയാൾ കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് കരുതിയെന്ന് പറഞ്ഞു. എന്തിനാ സുധീഷ്, കോൾ വരെ വന്നതല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാമെന്നേ, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു അത് പറയാൻ പറഞ്ഞു. അന്നേരം നന്നായി എന്ന് നിധി സുധീഷിനോട് പറയാം. ഒരു റൗണ്ട് കഴിഞ്ഞു, ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ 3-4 പേരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് പാസ്സായി, സെക്കൻഡ് റൗണ്ട് വിളിക്കാമെന്ന്.
അപ്പോൾ ഇത് സന്തോഷിക്കാനുള്ള ദിവസമാണല്ലോ. ശരിക്കും എന്ന് പറഞ്ഞു. സൂപ്പർ സൂപ്പർ, അതെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ കൈ നീട്ടിയപ്പോൾ നിധി ഇങ്ങനെ കയ്യിലേക്ക് നോക്കുന്നു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ നിധി സന്തോഷത്തോടെ കൈ കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും നന്നായി കേട്ടോ, എല്ലാം ഇയാളുടെയും നമ്മുടെയും ഭാഗ്യമാണെന്നൊക്കെ പറയുമ്പം നമ്മുടെ ഭാഗ്യമെന്ന് ചോദിച്ചപ്പം അത് പിന്നെ നമ്മുടെ ഒരുമിച്ചാണല്ലോ വന്നത്. അപ്പോൾ എനിക്കും കൂടി ഭാഗ്യം ഉണ്ടെങ്കിലല്ലേ ഇയാൾക്കൊരു ഗുണം കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടോ ഒന്നിങ്ങനെ പറഞ്ഞപ്പം വേഗം കയറി നമുക്ക് പോവാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് വണ്ടിയിലേക്ക് കയറി. എന്നിട്ട് ഇവരങ്ങ് പോയി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നീതു ഹരീഷിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹരീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അപ്പോഴേക്കും ചന്തുവും കൂട്ടുകാരന്മാരൊക്കെ കൂടി ഇരുന്ന് ഇങ്ങോട്ട് ഹരീഷിനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു പണിയും ചെയ്യുന്നില്ല, ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴത്തേക്കും ചെയ്യുന്നതിന് മുഴുവൻ ഹരീഷ് കുറ്റം പറയാം. നീ എന്തിനാണ് അതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഞങ്ങളോ? ഇതൊക്കെ അണ്ണൻ തന്നെയല്ലേ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്നാലും കണ്ടൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റില്ല അല്ലെന്ന് ചോദിച്ചിട്ട് ഇവരോട് ദേഷ്യപ്പെടുക. നീതുവിനോടുള്ള ദേഷ്യം അവരോട് തീർക്കുകയാണ്. ഒരു രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ കൊടുത്ത പോലത്തെ വണ്ടിയല്ല ഏട്ടാ, ഇനിയും വയ്യേണ്ടെന്ന് ഉറപ്പായിട്ടും ചീത്ത വിളിക്കും കേട്ടോ എന്ന് പറയും. കൊടുക്കാമെന്ന് പറയും. അയാൾക്ക് അതൊക്കെ കിട്ടിയിട്ട് വേണം പണിക്ക് പോകാൻ, അത് മറന്നുപോലെ ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് ഹരീഷിനോട് പറയാം. എനിക്കറിയാമെന്ന് പറഞ്ഞു ഹരീഷ്. എന്നാൽ പിന്നെ വേഗം ഒന്ന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഹരീഷിന് ദേഷ്യം വരാൻ തുടങ്ങി. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കലി കയറി ഇരിക്കാം. അപ്പം ഞാൻ പണി അറിയാത്ത അസിസ്റ്റൻ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥയിൽ ആശാനം ഞാൻ പണിക്ക് നിർബന്ധിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുക. പിന്നെ ചീത്ത കേൾക്കുമ്പോൾ ഞങ്ങളും കൂടി കേൾക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരുന്നേ നന്ദു. അപ്പോൾ ആശാൻ്റെ മനസ്സിൻ്റെ പ്രങ്ങാസം എനിക്കറിയാം. പ്രങ്ങാസോ? അതേന്നേ, പ്രേമത്തിൻ്റെ ടെൻഷൻ, അതാണ് ഈ പ്രങ്ങാസം. മനസ്സിലായോ? നീതുവിനെ പെണ്ണ് കാണാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് തുടങ്ങിയതല്ലേ ഈ ടെൻഷൻ. എടാ ഒന്ന് പോടാ, എനിക്കെന്തിനാ ടെൻഷൻ എന്ന് ചോദിച്ചു ഹരീഷ്. ആർക്ക് കല്യാണമായാലും എനിക്കെന്താണെന്നൊക്കെ ഹരീഷ് ചോദിക്കുമ്പം അപ്പം അവളെ വേറെ ആര് കെട്ടിയാലും ആശാന് വേറെ പ്രശ്നമൊന്നുമില്ല. എടാ എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ ഒരു മര്യാദയൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. പ്രായമായ പെൺകുട്ടികൾക്ക് വീട്ടുകാർ കല്യാണം ആലോചിക്കുന്നതിൽ എന്ത് മര്യാദകേടാ രമണ? അല്ല അണ്ണാ, ഹരീഷേട്ടാ, മര്യാദകേടല്ലല്ലോടാ. അവളിവിടെ വന്ന് കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേടാ, അതാണ് ഇപ്പോൾ മര്യാദകേട്, അതാണ് പ്രശ്നം. ആണോ? അല്ല അത് പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഇവിടെ കയറി ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ? അതാ ഞാൻ ഉദ്ദേശിച്ചോളും. അപ്പോൾ പ്രേമിക്കുന്ന പെണ്ണിൻ്റെ മുഖത്ത് നോക്കി മൂത്ത ചേട്ടനെ കേട്ടോ എന്ന് ചോദിക്കുന്ന ഭയങ്കര മര്യാദയാണല്ലോ അല്ലേ അണ്ണാ? അതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? അതെ അതെ, അങ്ങനെ ഒരു ചോദ്യം കേട്ടാൽ ആരായാലും വേറെ കെട്ടാനൊക്കെ തീരുമാനിക്കത്തില്ലേ? എടാ അവളൊരു നല്ല പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ചേട്ടന് വേണ്ടി ആലോചിച്ചത്. ബെസ്റ്റ്, അത് അവൾക്ക് വിഷമമായെന്ന് പറഞ്ഞു ഞാൻ സോറിയും പറഞ്ഞല്ലേ എടാന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന ഒരാളെ തേടി ഇനിയും വരണ്ടായെന്ന് അവളങ്ങ് തീരുമാനിച്ചു കാണും. അപ്പോൾ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളുടെ എഞ്ചിൻ പണിയായിട്ട് മുന്നോട്ട് പോകണം, അതാണ് വേണ്ടത്. അണ്ണന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ അത് തന്നെ കറക്റ്റ്. അല്ലെങ്കിൽ അവളോട് ഹരീഷേട്ടന് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? എപ്പോൾ വന്നാലും അവളെ ചീത്ത പറഞ്ഞ് ഇവിടുന്ന് ഓടിച്ചിട്ടല്ലേ ഉള്ളൂ. അതെ, അവളന്നേരം ഒരു തീരുമാനം എടുത്ത് കാണുമായിരിക്കും, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ വരണ്ടാന്ന്. അത്ര ഉള്ളു കാര്യം. അപ്പോഴാണ് നീതു അതുവഴി പോകുന്നത്, ഇവർ കാണുന്നത്. അപ്പോഴത്തേക്ക് ഹരീഷ് ചാടി എഴുന്നേറ്റ് നീതുവിനെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കും. അപ്പം ഈ ഹരീഷിൻ്റെ നോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവർ അന്തം വിട്ട് നിൽക്കും. എടാ ചന്തു ഒന്ന് ചെല്ലടാ എന്ന് പറഞ്ഞു. ഞാനെന്ത് പോയി ചോദിക്കാനാന്ന് ചോദിച്ചു. എടാ അവരുടെ കല്യാണത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കടാന്ന് പറഞ്ഞു. ഞാനെന്തിനും ഇതൊക്കെ ചോദിക്കണം? എടാ കാര്യങ്ങൾ അറിയണ്ടേ എടാ? അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പോയി ചോദിക്കാമെന്നും പറഞ്ഞ് അടുത്ത ആൾ എല്ലാം മനസ്സിലേക്ക് വന്നാൽ അവരുടെ കല്യാണം കഴിയുന്നത് വരെ കട അടച്ച് ദുഃഖാചരണം നടത്താമല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അങ്ങ് പോയി. അപ്പോൾ നീതു ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഹലോ നീതു പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നീതു തിരിഞ്ഞു നോക്കി. അതേ ഒന്നും മൈൻഡൊന്നും ചെയ്യാതെ പോകുന്നത് എന്നാ എന്നൊക്കെ ചോദിക്കുമ്പം ഞാനതിന് നിന്നെ മൈൻഡ് ചെയ്യണം. അയ്യോ എന്നെ മൈൻഡ് ചെയ്യുന്ന കാര്യമല്ല, ആശാൻ്റെ കാര്യമാണ് ചോദിച്ചത്. അതെ നീതുവിൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞപ്പം മുതലേ ഹരീഷേട്ടന് സ്പാർക്കില്ലാത്ത പ്ലഗ് പോലെ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീതു ഇങ്ങനെ ഒരു ചെറിയ ചിരിയോടെ നിൽക്കാം. ശരിക്കും പെണ്ണ് കാണാൻ ആൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിക്കാൻ പറഞ്ഞു വിട്ടാണ് ചോദിക്കുമ്പോൾ പാവം ടെൻഷനായതുകൊണ്ടാവുമെന്ന് പറയുമ്പം എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും വരുന്നില്ലല്ലേ? അപ്പോൾ ഞാൻ അവൻ്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യുമ്പോൾ അവൻ എന്നെ അവൻ്റെ ചേട്ടന് വേണ്ടി പ്രൊപ്പോസ് ചെയ്യുന്നു. വട്ട് പിടിക്കില്ലേ ബ്രോ? അപ്പോൾ ഉറപ്പായിട്ടും വട്ടാകും, എനിക്കത് അറിയാം. പക്ഷേ ഇപ്പോൾ ആശാൻ അതിനും വട്ടായി നിൽക്കുക എന്ന് വെച്ചാൽ രാവിലെ മുതൽ ഒരു പണിയും നടന്നിട്ടില്ല. ടെൻഷൻ, ചീത്തവിളി, ആലോചന, ഇക്കണക്കിന് പോയാലേ ആൾ കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു. അപ്പം ടെൻഷനായി എന്ന് ഉറപ്പായല്ലേ? 100% ഉറപ്പായി. കാർബേറ്ററിൽ കറണ്ട് ഓടുന്ന ആ ഒരു വണ്ടിയാണ് ഇന്നത്തെ പ്രശ്നം, അതുകൊണ്ട് ആകെ പ്രോബ്ലം ആണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആൾക്ക് സങ്കടം വരാൻ തുടങ്ങിയല്ലേ? യെസ് അതെ, ഇനിയെങ്കിലും നീതു നുണ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പം
വേണ്ട പറയണ്ട, കുറച്ചുകൂടി അങ്ങ് അനുഭവിക്കട്ടെ. വേണമെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പറ്റി 1-2 ഡയലോഗുകൾ കൂടി ഉണ്ടാക്കി പറഞ്ഞോളാനും പറഞ്ഞു. എന്നാലും സാരമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റ് നമുക്ക് പൊളിക്കസസ്, അപ്പം ശരി എന്നാ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നീതു ഒരു ചിരിയും ചിരിച്ച് അവിടെ നിന്ന് അങ്ങ് പോയി. ഹരീഷ് കാത്തിരിക്കുമായിരുന്നു എന്തായി നീതുവിൻ്റെ വിവരം എന്ന് അറിയാൻ. എന്താടാന്ന് ചോദിച്ചു ഓടിച്ചെന്നു. അത് വിട്ടേക്കാശാനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷ് അന്തം വിട്ട് നോക്കുക. ഒരുപാട് കാലം കയ്യിലിരുന്നിട്ടും ഒന്നും സ്റ്റാർട്ട് പോലും ചെയ്യാത്ത വണ്ടി കൊണ്ട് ലോങ് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. നടക്കില്ല ഹരീഷ് ഏട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹരീഷിന് ഭയങ്കര സങ്കടമായി. ചെറുക്കൻ ക്യാപ്റ്റൻ തന്നെയാണെന്നും അവളിനി കടലിൽ ഓളപ്പരപ്പിലൂടെ തെന്നിയും തെറിച്ചൊക്കെ അങ്ങ് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ ഹരീഷിൻ്റെ മനസ്സ് തകർത്തിട്ട് അവനിങ്ങനെ നിൽക്കുക. ദേ അപ്പോൾ ഹരീഷ് അങ്ങനെ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. ഹരീഷ് അവിടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതെ അണ്ണാ എന്നും പറഞ്ഞ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അപ്പോഴും ഹരീഷിന് ഭയങ്കര സങ്കടം. അതെ എന്നാലേ അവൾ ആ കപ്പലിൽ കയറുന്നില്ല അത്രേ. അപ്പോഴോ എന്നിങ്ങനെ പറയുമ്പോൾ ഹരീഷ് എന്ന് പറഞ്ഞ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. ഒക്കെ പുളുവായിരുന്നു ആശാനെ. അതെ നിങ്ങളെ ചൂടാക്കാൻ വേണ്ടി നീതു എല്ലാം വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹരീഷിന് ശ്വാസം നേരെ വീണത്. എന്നോട് പറയരുതെന്നാണ് പറഞ്ഞത്, പക്ഷെ ആശാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സെബുവിൻ്റെ വണ്ടിയുടെ പണി നടക്കത്തില്ല. അതെ കേൾക്കുമ്പോൾ തെറി ഞങ്ങളും കൂടെ കേൾക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞ എന്നാൽ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഹരീഷിൻ്റെ മനസ്സിൽ വലിയൊരു മഞ്ഞു പെയ്തു. ആ ഒരു ചൂടങ്ങ് അവസാനിച്ചു. ഹരീഷ് നല്ല ജിൽ എന്നും പറഞ്ഞ് നിന്ന് പണി ചെയ്യാനും തുടങ്ങി. ഇത് കഴിഞ്ഞ് പിന്നെ നിധിയും സുധീഷും കൂടെ ഇങ്ങനെ വണ്ടിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നിധിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. സുധീഷ് ഇടയ്ക്കിടയ്ക്ക് നിധിയെ നോക്കുന്നു. എന്താണോ താനൊന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. അന്നേരം ഒന്നുമില്ല, ചുമ്മാ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്താണാവോ ഇത്രമാത്രം ആലോചിക്കാനുള്ളത്? വെറുതെ ഓരോന്ന്, ജോലി, നെക്സ്റ്റ് ഇനി എന്താ പരിപാടി, അങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു എന്ന് പറയുമ്പം അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് ഹോപ്പുണ്ടല്ലേ എന്ന് സുധീഷ് ചോദിച്ചു. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പേടിയൊന്നും വേണ്ടെന്നേ, ഉറപ്പായിട്ടും നിധിക്കത് കിട്ടിയിരിക്കും, ഷുവർ അല്ലേ? അപ്പോൾ ഇന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. പക്ഷേ അത് നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. വേറെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇൻ്റർവ്യൂ വിളിച്ചാൽ പോയി നോക്കണം, ഒരു സ്ഥലം തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് താൻ പറഞ്ഞത് കറക്റ്റാണ്. നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാമല്ലോ, അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേന്ന് പറഞ്ഞു നിധിയും. അത് കഴിഞ്ഞ് സുധീഷ് ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നമ്മുടെ നിധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക. നിധി സുധീഷിനെ നോക്കുന്നൊന്നുമില്ല കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. സുധീഷിന് ചെറിയൊരു റൊമാൻറ്റിക് പാട്ട് വെച്ചാലോ എന്നൊരാഗ്രഹം. പാട്ട് വെച്ചു. പിന്നെ ഒരു ഷൂളവും മൂളിപ്പാട്ടും ഒക്കെ പാടി നമ്മുടെ സുധീഷ് ഇങ്ങനെ ഇരിക്കുന്നു. നിധി ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പം നല്ലൊരു പാട്ട് കേട്ടു. അപ്പം നല്ല പാട്ടല്ലേ എന്ന് നിധി ചോദിച്ചു. അപ്പോൾ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു സുധീഷ്. ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്, എന്താണെന്ന് പറയാവോ? എന്താണെന്ന് ചോദിച്ചു നിധി. ചില പാട്ടുകൾ ചിലർക്ക് ഇഷ്ടമാകും, ചിലർക്ക് അത് ഇഷ്ടമാവുകയില്ല. പക്ഷെ പ്രണയഗാനങ്ങളാണെങ്കിൽ മിക്കവർക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും അല്ലേ എന്ന് ചോദിച്ചു. അപ്പം അതേന്ന് പറഞ്ഞു നിധി. അതെ എന്താ അല്ല അത് പിന്നെ ഈ പ്രണയത്തെ പറ്റിയിട്ട് നിധിക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പം എന്താണെന്ന് ചോദിച്ചു. അല്ല പ്രണയമേ, എൻ്റെ ദൈവമേ, ഇവൾ എന്തൊരു മുതലാണോ, ഇവൾ ഒരു സ്റ്റെപ്പെങ്കിലും ഇട്ടാലല്ലേ ബാക്കി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങോട്ടൊന്ന് 4 സ്റ്റെപ്പ് ഇടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇങ്ങനെ ഗേറ്റ് അടിച്ച് താഴോട്ട് പൂട്ടുകൾ വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധീഷ് മനസ്സിൽ പറയുന്നു. നിധി ഇങ്ങനെ സുധീഷിനെ നോക്കി ഒരു വളിച്ച ചിരിയൊക്കെ ചേച്ചി സുധീഷ് ഇരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. ടാറ്റാ.